നീ ചെയ്താൽ സക്സസ്ഫുൾ ആകും എന്നൊക്കെ നമ്മുടെ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ. ചേട്ടൻ നമ്മുടെ ലൈഫിലും അങ്ങനെയുള്ള സക്സസ് ഒക്കെ വരും. നമ്മൾ തേടിക്കൊണ്ടിരുന്ന കാര്യത്തിനുള്ള ഒരു ആൻസർ ഇന്നൊരാളിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1000 തോട്ട്സ് വരും. ഒരു ദിവസം എത്ര തോട്ട്സ് വരുന്നത് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ മാനിഫെസ്റ്റേഷൻ മാത്രം സമർപ്പിച്ചാൽ പോരല്ലോ, നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും അവിടെ സമർപ്പിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രപഞ്ചം നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ഈ പ്രപഞ്ചം പല സയൻസും കാണിക്കുന്നു. ഇതിനു മുമ്പ് പല സയൻസും പല വീഡിയോസും പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ചില സയൻസ് നമ്മൾ മിസ് ചെയ്യും. അങ്ങനെയുള്ള പുതുമയായിട്ടുള്ള ചില സയൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അധികം ആരും പറയാത്ത സയൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ആ സയൻസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഏത് ലെവലിലാണ് പോകുന്നത്, നമ്മുടെ മാനിഫെസ്റ്റേഷൻ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നോ എന്നൊക്കെ അറിയാൻ ഈ സയൻസ് നമ്മളെ സഹായിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആഴ്മനസ്സിനും ഈ പ്രപഞ്ചത്തിനും വലിയൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്മനസ്സിനെ വളരെ ഈസി ആയിട്ട് ഈ പ്രപഞ്ചം കണക്ട് ചെയ്യും. ഇത് എപ്പോഴാണ് കൂടുതൽ നമ്മുടെ പ്രപഞ്ചം നമ്മുടെ ആഴ്മനസ്സിനെ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയത്താണ് കൂടുതലും ഇത് കണക്ട് ആകുന്നത്. അതായത് നമ്മൾ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചം ഈസി ആയിട്ട് നമ്മുടെ ആഴ്മനസ്സുമായിട്ട് കണക്ട് ചെയ്യും. നമുക്ക് ചില സയൻസ് ഒക്കെ കൊണ്ടുതരികയും ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്വപ്നങ്ങളിലൂടെ. ആ സ്വപ്നം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പല സ്വപ്നങ്ങളും കാണും, കുറേ നെഗറ്റീവ്സ് കാണും. ഈ നെഗറ്റീവ്സ് മാക്സിമം കാണുന്നത് ഒന്ന് നമ്മുടെ പേടിയായിരിക്കും, ഇന്നൊന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ നെഗറ്റീവ്സ് ആഗ്രഹിക്കില്ലെന്ന് തോന്നും. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു കൂട്ടുന്നത് നെഗറ്റീവ്സ് ആയിരിക്കും. അങ്ങനെ നടന്നെങ്കിൽ ഇങ്ങനെ നടന്നെങ്കിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കാണിക്കുന്നു. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡായിരിക്കും. സോ അതിങ്ങനെ സ്വപ്നമായിട്ട് കൊണ്ട് കാണിക്കും. പക്ഷേ ഈ പ്രപഞ്ചം വന്ന് നമ്മളോട് കൂടുതലും കണക്ട് ആകുന്നത് ഈ പോസിറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടക്കാൻ പോകുന്ന കാര്യങ്ങളെ തടുത്ത് നിർത്താൻ വേണ്ടിയുള്ള കുറേ മുൻകരുതലുകൾ നമുക്ക് നൽകാൻ വേണ്ടിയും പ്രപഞ്ചം നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചില സയൻസ് ഒക്കെ കൊണ്ട് കാണിച്ചു തരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഈ സ്വപ്നത്തെ കുറിച്ചൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ, പിന്നെ ഈ സ്വപ്നം ഇതിലെന്ത് പുതുമയായിരിക്കുന്നു എന്ന് തോന്നും. പക്ഷേ സ്വപ്നം നമ്മൾ ധാരാളം കാണാറുണ്ട്, പല സ്വപ്നങ്ങളും കാണാറുണ്ട്. അതിൽ ക്ലാരിറ്റി ഉള്ളതും കാണാറുണ്ട്, ക്ലാരിറ്റി ഇല്ലാത്തതും കാണാറുണ്ട്, നമ്മുടെ പേടി, ഡൗട്ട്സ് അതൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഏതാണ് നമ്മുടെ പ്രപഞ്ചം തരുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ, ചില സമയം നമ്മൾ ഈ സ്വപ്നം കാണുന്നത് കൂടുതലും ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പക്കാ നമുക്കുള്ള ഗൈഡൻസ് ആയിരിക്കും. അതുമാത്രം നമ്മൾ ചിലപ്പോഴെല്ലാം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ കാണുന്നത് പോലും നമുക്ക് ഒരു ക്ലാരിറ്റിയും ഉണ്ടാവില്ല, ഒരു മങ്ങിയ കണക്കായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എടുക്കും? നമുക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് ചില സ്വപ്നങ്ങൾ വരും. അത് നമുക്കുള്ള ഗൈഡൻസ് ആണ്, കറക്റ്റ് ഗൈഡൻസ് ആയിരിക്കും. അപ്പോൾ പലർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ വരും, ഞാൻ വളരെ ക്ലാരിറ്റി ആയിട്ട് വ്യക്തമായിട്ട് ചില സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, പക്ഷേ ആ സ്വപ്നം എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല, ഫ്യൂച്ചറിലുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇതിനെ എടുക്കുമെന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്വപ്നം കണ്ട് നമ്മൾ ഉണർന്നിരിക്കും. അപ്പോൾ നമുക്ക് അറിയാമല്ലോ എന്താണ് സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്കിതിലൊരു ക്ലാരിറ്റി ഇല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈശ്വര അല്ലെങ്കിൽ പ്രപഞ്ചം എന്നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇതിനൊരു വ്യക്തമായി ഇതിനെ എനിക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒരു സ്വപ്നമോ എന്തെങ്കിലും ഒരു രീതിയിൽ നീ എനിക്ക് കാണിച്ചതാ എന്ന് നിങ്ങൾ കേട്ടിട്ട് വീണ്ടും കിടന്നുറങ്ങുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് വിധേനയാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ, നല്ല ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ അത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തരാം. അത് സ്വപ്നത്തിലൂടെയോ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നിരിക്കും പ്രപഞ്ചം. നമ്പർ 2, നമ്മുടെ ലൈഫിൽ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അതുപോലെ നിങ്ങളുടെ ഓഫീസർ, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ചില വ്യക്തികൾ വരുന്നത് വെച്ച് നമ്മൾ ഏത് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഏത് മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്, നമ്മൾ പോസിറ്റീവായിട്ടാണോ ഇരിക്കുന്നത്, നമ്മൾ നെഗറ്റീവായിട്ടാണോ ഇരിക്കുന്നത്, നമ്മൾ കറക്റ്റ് റൂട്ടിലാണോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പ്രപഞ്ചം ചില വ്യക്തികളെ അയക്കും. അതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു, കറക്റ്റ് റൂട്ടിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് എവിടെ ആയിക്കോട്ടെ, നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വരും. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് റൂട്ടിലാണോ, നമ്മൾ പോസിറ്റീവായിട്ടാണോ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, ആ വ്യക്തി പോസിറ്റീവായിട്ടിരിക്കുന്നോ ഇല്ല നെഗറ്റീവ് വ്യക്തിയാണോ, ഒരു ടോക്സിക് ആണോ ആ വ്യക്തി എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആ വ്യക്തി പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം.
ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നെഗറ്റീവ് ആണ്. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നിടത്തുള്ള വ്യക്തി ആയിരിക്കും. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളും നെഗറ്റീവ്സും, നിങ്ങൾക്ക് പല പല ചാലഞ്ചസും ദുഃഖവും മാത്രം കിട്ടുന്നെങ്കിൽ നിങ്ങളും നെഗറ്റീവായി ഇരിക്കുന്നു എന്നർത്ഥം. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ മൈൻഡിൽ എവിടെയോ നെഗറ്റിവിറ്റിയും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നതെന്ന്. കുറച്ച് പേർക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരും, ഇല്ല ഞാൻ നല്ല വ്യക്തിയാണ്, ഞാൻ നല്ല രീതിയിൽ മുൻപോട്ട് പോകണം, പോസിറ്റീവായിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എൻ്റെ കൂടെയുള്ള വ്യക്തി, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുള്ള അടുത്തുള്ള വ്യക്തികളാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, പിന്നെ ഞാൻ എങ്ങനെ കുറ്റക്കാരിയാകും, ഞാൻ എങ്ങനെ നെഗറ്റീവ് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക്. പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ചില നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിൽ കിടക്കും. നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവാതെ പണ്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് നമുക്ക് നെഗറ്റീവ്സ് ആയിട്ട് അത് കിടന്നിട്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ അതിന് നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിങ്ങനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ തന്നെ നടന്ന ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ എത്ര മറക്കണമെന്ന് ശ്രമിച്ചാലും അത് ഹീലാവാതെ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയായിട്ട് കിടന്ന് അതിങ്ങനെ നമ്മളെ കുത്തി അടിക്കടി നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അതാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും അങ്ങനെയുള്ള സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമ്പർ 3, ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിരിക്കും, ഇങ്ങനെ എനിക്ക് നല്ല ഓഫർ വരണം, എനിക്കിങ്ങനെ കിട്ടണം, എനിക്ക് നല്ല ജോലി വേണം, അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പല പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങളതുപോലെ ഷോക്കായി പോകും, അയ്യോ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്രയും വരുന്നല്ലോ, നല്ല നല്ല അവസരങ്ങൾ എനിക്ക് കിട്ടുന്നു, എനിക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ കുറേ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് മൈൻഡായിട്ട് ഇരിക്കുന്നു എന്നർത്ഥം. കാരണം നമ്മൾ നല്ല ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയി വരുന്നത്. നമ്മൾ ചിലരൊക്കെ പറയാറില്ലേ, നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ എൻ്റെ കയ്യിൽ പണം വരുമെന്ന്. അതെന്താന്ന് വെച്ചാൽ അവരത്ര ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. പക്ഷെ ചിലർ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും മണിക്ക് വേണ്ടി മണി അട്രാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർക്ക് വരില്ല. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ പല നെഗറ്റീവ്സ്, നമ്മൾ കുറേ നെഗറ്റീവ്സ് ചിന്തിച്ച് കൂട്ടിയിട്ടിരുന്നിട്ട് എനിക്ക് മണി വരണം, സക്സസ് വരണം, അവസരങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും നടക്കാത്ത കാര്യം ഇതാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് കറക്റ്റ് റൂട്ടിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചേർന്ന് ട്രാവൽ ചെയ്യുന്നു എന്നർത്ഥം. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും, ഞാൻ എത്ര മാനിഫെസ്റ്റ് ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു അവസരങ്ങളും വരുന്നില്ല, മണി വരുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളും ചാലഞ്ചസും വന്ന് എന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് ഒരു സമാധാനം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിട്ട് നമ്മൾ ഇരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ പഴയ കുറേ ദുഃഖങ്ങളും കുറേ ബാഗേജസ്, ദുഃഖത്തിൻ്റെയും നെഗറ്റീവ്സിൻ്റെയും കുറേ ബാഗേജസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും, എത്ര പോസിറ്റീവ് ആകണമെന്ന് വിചാരിച്ചാലും, എത്ര പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അഫർമേഷൻസ് ഒക്കെ പറഞ്ഞാലും ഈ കാര്യം വന്ന് നമ്മളെ വേദനിപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെയും കാരണം ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുള്ളിലേക്ക് തിരിഞ്ഞ് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ നെഗറ്റീവ്സ് ഇരിക്കുന്നു, ഞാൻ ഒരു ദിവസം എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു, ഞാൻ എന്തൊക്കെ ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, നമുക്ക് ഇനി എന്താണോ വേണ്ടത് അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇതിൽ മാറ്റം വരുത്തണം എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനും ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ നമുക്ക് എത്തിച്ചേരാനും, നമ്മുടെ ഈ ഉള്ളിലെ നെഗറ്റിവിറ്റി മാറി നമ്മളൊന്ന് പോസിറ്റീവ് ആകുമ്പോൾ ഈ സറൗണ്ടിങ്സും നമുക്ക് നെഗറ്റീവ്സും ദുഃഖവും തരുന്ന വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാൻ തുടങ്ങും. നമ്പർ 4, നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സംഭവങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കാണാൻ തുടങ്ങും. അതായത് ഇതുവരെ നമ്മൾ കാണാത്ത ചില ബേർഡ്സ്, അനിമൽസ്, ചില സയൻസ് ഒക്കെ നമ്മൾ കാണും. അത് നമ്മൾ പല പല സയൻസ് കാണുമെന്ന് പറയും, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് മയിലിനെ കാണും. അപ്പോൾ ഒരിക്കലും നമുക്ക് കാണാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ മയിലിനെ കാണും. ചിലപ്പോൾ നമ്മൾ ഈ മൂങ്ങയെ കാണും. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല ഇത് എന്ത് ജീവിയാണെന്ന് പോലും അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത് ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ കൺമുമ്പിൽ വന്ന് എനിക്ക് തന്നെ കാണിക്കാൻ വേണ്ടി എനിക്ക് സ്പെഷ്യലായിട്ട് വന്നതുപോലെ ഫീൽ ആകുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ? ചിലപ്പോൾ ഒക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചില മഞ്ഞ കിളികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കിളികളായിരിക്കും, അത് ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി വീണ്ടും വരുന്നു. അങ്ങനെ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടില്ലേ? അതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഗരുഡനെ കാണുന്നത് നമ്മൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ആകില്ലേ? സോ ഇതൊക്കെ എന്താണ് നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ,
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സക്സസ്, സന്തോഷം, നമ്മൾ അത്രയും ഒരു ഞാൻ ജയിച്ചു, ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടന്നു എന്ന് നമ്മൾ ഫീൽ ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കീരി കാണും. ഇതൊക്കെ ഒരു സൈനാണ്. ഇതൊക്കെ വെച്ച് പ്രപഞ്ചം ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് കാണിക്കുന്ന സൈനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ മയിലൊക്കെ കാണുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു മണി, അബണ്ടൻസ് ഇതൊക്കെ വരാൻ പോകുന്നു എന്നൊരർത്ഥമുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പേഴ്സണിന് വേണ്ടി, ലവ് റിലേഷൻഷിപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് അർത്ഥം. അതുപോലെ കീരിയൊക്കെ കാണുന്നതും അങ്ങനെയാണ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. നമ്പർ 4, നിങ്ങൾ മുഖേന പ്രപഞ്ചം മറ്റൊരാൾക്ക് ഒരു ഗൈഡൻസ് കൊടുപ്പിക്കും. എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഒരു വ്യക്തിയോട് നിങ്ങളിപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയോട് കാഷ്വലായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ പോലും അറിയാതെ ഒരു കാര്യം നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നു. ഇത് നീ ചെയ്താൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, എനിക്കെന്തോ തോന്നുന്നു, ഇതാണ് നിനക്ക് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇതിൽ എന്താണ് നടക്കുന്നത്? പ്രപഞ്ചം ഇന്നൊരാൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ നമ്മളെ ഒരു ഉപകരണമായി സെലക്ട് ചെയ്തു. അത് തന്നെ നമ്മളൊരു ഭാഗ്യമാണ്. നമ്മളെ ഒരു ഉപകരണമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും അങ്ങനെയുള്ള സക്സസ് ഒക്കെ വരും. എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ, നമ്മളും എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ അയ്യോ എന്താകും, എങ്ങനെ ചെയ്യണം, എന്ത് വേണം എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ അറിയാവുന്ന വ്യക്തികളായിരിക്കാം, ഒട്ടും അറിയാത്ത വ്യക്തികളിലൂടെ പോലും നമുക്കൊരു ഗൈഡൻസ് ഇങ്ങനെ പ്രപഞ്ചം കൊണ്ട് തരും. ഇതാണ് സംഭവം, ഇങ്ങനെ ചെയ്യുമെന്ന് പെട്ടെന്ന് നമ്മൾ തേടിക്കൊണ്ടിരുന്ന കാര്യത്തിനുള്ള ഒരു ആൻസർ ഇന്നൊരാളിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് തോന്നുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രപഞ്ചം നമ്മളോട് വന്ന് ഈ വ്യക്തിയിലൂടെ സംസാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്പർ 5, തോട്ട്സ്. അതായത് നമുക്ക് തോട്ട്സോ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ക്വസ്റ്റ്യൻ വരും. കാരണം നമുക്ക് 1000 തോട്ട്സ് വരും ഒരു ദിവസം. എത്ര തോട്ട്സ് വരുന്നത് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് നമുക്ക് തന്നെ അറിയില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് തോട്ട്സ് ആണ് എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത് തന്നെ നമ്മളോടോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് തന്നെ ചോദിക്കും ചില ക്വസ്റ്റ്യൻസ്. ഞാൻ എന്താണ് വേണ്ടത്, ഒരു ഡിസിഷൻ എടുക്കാതെ ഒരു യെസ് ഓർ നോയോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. നമുക്കുള്ളിൽ തന്നെ കുറെ ആൻസറും ക്വസ്റ്റ്യനും കുറെ നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുമ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ചിലപ്പോൾ നമുക്ക് വന്നിരിക്കും, നമ്മുടെ ഇൻഡ്യൂഷൻ പറഞ്ഞിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. പ്രപഞ്ചമേ, എനിക്കിതിനൊരു ആൻസർ തരണം, ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ വിടുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒട്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് വന്ന് പറയും, നിങ്ങൾ അപ്പോഴെപ്പോഴോ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്ന് നമ്മുടെ മൈൻഡിൽ നിന്ന് വരാൻ തുടങ്ങും. നമ്മുടെ ഇൻഡ്യൂഷൻ വന്ന് പറയും, നമ്മൾ തന്നെ ഞെട്ടിപ്പോ. അയ്യോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ അപ്പോഴത് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ നിങ്ങൾക്കെല്ലാം വന്നിട്ടുണ്ടാവും, ഇങ്ങനത്തെ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങനെ കുറേ ആൻസർ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോട് പ്രപഞ്ചം വന്ന് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഇത് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് സക്സസ് വരും. അതുപോലെ നമ്മുടെ ലൈഫിൽ ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ കാരണമോ അല്ലെങ്കിൽ നമ്മൾ അത്രയും വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്ന് ഞാൻ എന്താണ് വേണ്ടത്, ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ആയിരിക്കും നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് വരണം. ഓവർ തിങ്കിങ് ആയിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പെട്ട വേദനയുള്ള വാക്കുകൾ ആയിരിക്കാം. ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് വരണം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കുറേ ട്രൈ ചെയ്ത് നമ്മുടെ മൈൻഡിനോട് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ പ്രപഞ്ചത്തിനോട് പറയുക, പ്രപഞ്ചമേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, നീ തന്നെ എന്നെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം ചെയ്താണ്. കാരണം ഒരു കാര്യത്തിൽ നിന്ന് എനിക്കിങ്ങനെ പുറത്ത് വരാൻ പറ്റുന്നത് അത്രയും എനിക്കൊരു സ്ട്രെസ് ഡിപ്രഷനിൽ ഇരുന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു പ്രപഞ്ചത്തിനോട്. അപ്പോൾ എല്ലാം ചോദിക്കുന്നു, എല്ലാം സമർപ്പിക്കുന്നു. നമ്മൾ മാനിഫെസ്റ്റേഷൻ മാത്രം സമർപ്പിച്ചാൽ പോരല്ലോ, നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും അവിടെ സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അവർ തന്നെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഈ പ്രപഞ്ചം തന്നെ വന്ന് സഹായിക്കും. എന്തെങ്കിലും ഒരു മാർഗം കാണിച്ച്. വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള കറക്റ്റ് ഒരു ആൻസർ നമ്മൾ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് പുറത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു വേർഡ്, ഒരു സെന്റൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അത് ആ പ്രപഞ്ചം വന്ന് പറയുന്നതായിരിക്കും. അത് നമുക്കങ്ങനെ കറക്റ്റായിട്ട് കത്തുകയും ചെയ്യും. അതിൽ നിന്ന് പുറത്ത് വരാനും കഴിയും. ഇങ്ങനെ നിങ്ങൾക്ക് അത്രയും സങ്കടമുള്ള ഒരു കാര്യം, അതിൽ നിന്ന് എനിക്ക് പുറത്ത് വന്നേ മതിയാവും, ഈ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കും. തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങളെ അതിൽ നിന്ന് പുറത്തെടുക്കും. ഈ പ്രപഞ്ചം നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുമെന്ന് മാത്രമല്ല, അത് മണി, ഈ സാധനങ്ങൾ മാത്രമല്ല, നമ്മുടെ മൈൻഡിനെയും നമ്മുടെ അതിൽ നിന്ന് പുറത്തെടുത്ത് നമ്മളെ നേരായ വഴിയിൽ നടത്തി പലപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസിനെ മാറ്റാനായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇന്നത് വേണമെന്ന് കേൾക്കും. പക്ഷെ അതാണ് ബുദ്ധിമുട്ടാകുന്നത്. പക്ഷെ എന്നെ ഇതിൽ നിന്ന് പുറത്തെടുക്കുന്ന കേട്ടാൽ വളരെ ഫാസ്റ്റായിട്ട് ആ പ്രപഞ്ചം നമ്മൾ അതിൽ നിന്ന് പുറത്തെടുക്കും. അപ്പോൾ ഈ സയൻസിൽ നിങ്ങൾക്ക് ഏതെല്ലാം സയൻസ് ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച മാനിഫെസ്റ്റേഷനും നടക്കും.
നിങ്ങളുടെ മനസ്സിൻ്റെ പല പ്രശ്നങ്ങൾ, നിങ്ങളുടെ ലൈഫിലുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.